ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ആര്യവേപ്പിലയാണ്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തുളസി എടുത്തിട്ടുണ്ട്, റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, പനനീർ റോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല സ്മെല്ലാണ് അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള അലവേര ജെല്ല് ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ വേണം. ഞാൻ ഓൾറെഡി ഒരു കുപ്പിയിൽ ഗ്ലിസറിനും റോസ് വാട്ടറും ഈ അളവിൽ മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് മുൾട്ടാനി മിറ്റി പൗഡറാണ്. നമുക്കിത് വെച്ചിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. ഇത് എല്ലാം കൂടെ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള അരിവേപ്പില, പനിനീർ റോസ്, അതുപോലെ തന്നെ തുളസിയില നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടി. നമുക്കിത് അരിച്ചിട്ട് ജ്യൂസ് മാത്രമായിട്ടൊന്ന് എടുക്കാം. ഈ ഒരു ജ്യൂസ് മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള അരിപ്പ ഇല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു നേരിയ തുണിയിലിട്ടൊന്ന് അരിച്ചെടുത്താലും മതിയാവും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു ബ്യൂട്ടി സോപ്പാണ് കേട്ടോ. മുഖ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു സോപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമുക്ക് കിട്ടുന്നതാണ്. വലിയ വില കൊടുത്ത് ക്രീമോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി ആ അരിച്ച പൗഡറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറുപയർ പൊടിയാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നാച്ചുറലായിട്ട് ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയതാണ് മക്കൾക്ക് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ മുൾട്ടാനി മിറ്റി പൗഡറാണ് കേട്ടോ. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നമ്മളുടെ മുഖത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. മാത്രമല്ല നല്ല ചൂടല്ലേ ഇപ്പോൾ, കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. വില കൂടിയ ഒന്നും തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഇതുപോലൊരു സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ സോപ്പ് ബേസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 1/4 മുറി സോപ്പ് ബേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അധികം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സോപ്പ് ബേസൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ളതും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടുള്ളൂ, നല്ല പതയും കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യാനാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുക. സ്മെല്ലിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടൊക്കെ വേറെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന നാച്ചുറലായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പതയൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സോപ്പ് ബേസും ഈ ഒരു മിക്സും നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ. ഇത് നമ്മളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റോസ് വാട്ടർ ഗ്ലിസറിൻ മിക്സും കൂടെ ഒന്ന് മിക്സാക്കി അലവേരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള അലവേരയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ അരച്ചെടുത്തില്ല, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പൾപ്പെടുത്ത് അരച്ചു കൊടുക്കാം. നമുക്കിത് ചൂടോട് കൂടെ തന്നെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം ഒരു ഗ്ലാസ് ജാറിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഇത് സെറ്റായി വരും കേട്ടോ. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ചെറുതിലുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കണ്ടില്ല, കുറച്ച് സമയത്തിന് ശേഷം ഇതിൽ നിന്നും വിട്ട് വരുന്നുണ്ട്, സെറ്റായി വരുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പിന് പകരമായിട്ട് ഈ ഒരു ആയുർവേദിക് ആയിട്ടുള്ളത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നല്ലൊരു ഗ്ലോ തന്നെ നമ്മളെ മുഖത്തിന് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാൻ ഇടിച്ചക്ക ഈ ചെറുപയർ ഉപയോഗിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ പറഞ്ഞു അത് ഫ്രൈ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ആവിയിൽ വേവിച്ചിട്ട് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ആവിയിൽ വെച്ചതിന് ശേഷം മസാല പുരട്ടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നോൺ വെജ് ഒക്കെ മാറി നിൽക്കും. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. ചക്ക വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്രൈ ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ
കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തോലോട് കൂടെ തന്നെ ആവിയിൽ ഒരു 10 മിനിറ്റ് വെച്ച് അതിൻ്റെ തോലെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെറുതെ ചാടി പോകുന്ന കുറച്ച് അച്ചിങ്ങയാണ് കേട്ടോ. അച്ചിങ്ങ, മെച്ചിങ്ങ, വെള്ളക്ക എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതിൽ നിന്ന് നന്നായിട്ട് കറ ഇളകി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എസെൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അതുവരെയും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇറങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ നിങ്ങൾ ഒരിക്കലും ഇത് വലിച്ചെറിഞ്ഞ് കളയരുത്. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂടാണല്ലേ. അപ്പം നമ്മൾ ചൂട് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ചൊറിച്ചിൽ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ്. ഇത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ചൂട് വരുന്ന സമയത്ത് വില കൂടിയ ഓയിൽമെന്റ്, പൗഡർ, ക്രീമുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ടല്ലേ. താൽക്കാലിക റിസൾട്ട് കിട്ടുമെന്നെങ്കിലും വീണ്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ നാളെ കുളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ തിളപ്പിച്ച് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഞാൻ രാത്രി വെച്ച് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ഒരു കട്ടൻ ചായയുടെ കളറായിട്ട് വരും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് കുളിക്കാം. അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം വേറെ നല്ല വെള്ളത്തിൽ കുളിച്ചാലും മതിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പൊ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നിര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിട്ടിലൻ ടിപ്സ് ആണ് ഇട്ടത്. ഞാൻ ഓൾറെഡി കുറേ അധികം നരച്ച മുടി കറുപ്പിക്കാനുള്ള ടിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അത് ഹെയർ ഡൈ ഓയിലും അതുപോലെ തന്നെ ഹെയർ ഡൈയും ഒക്കെയാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നാച്ചുറലായിട്ട് നമ്മളെ ഹെയറിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള അലവേര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ മഞ്ഞ പോർഷനൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഞാനിവിടെ എടുക്കുന്നത് സോപ്പ് ബേസ് ആണ് കേട്ടോ. ഏകദേശം ഇത്രയും സോപ്പ് ബേസ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതും ബ്രാൻഡഡ് ആയിട്ടുള്ളതും എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് സോപ്പ് ബേസിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നതാണ്. പെട്ടെന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു പീസ് ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നീലയാമ്പരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൈലാഞ്ചി പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം വലിയ ഒരു ടേബിൾ സ്പൂൺ നീലയാമ്പരിപ്പൊടിയും അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു. അതേ അളവിൽ തന്നെ നെല്ലിക്കാപ്പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പൊടികൾ എടുക്കുന്ന സമയത്ത് ഒരേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഇല അരച്ചിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ആക്കില്ല ആ സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ പൊടികളാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അലോവേര ജെല്ലാണ് കേട്ടോ. യാതൊരുവിധ കെമിക്കൽസ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വീഡിയോയിലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ അതൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ജെല്ലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടി നാച്ചുറലായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ആയുർവേദിക് സോപ്പ് തന്നെയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് വെള്ളമുടി കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ മൂലം നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈയും ക്രീമും ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് താൽക്കാലികം ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുമെങ്കിലും മുടി നന്നായിട്ട് പൊട്ടിപ്പോകാനും മുടി കൊഴിയാനും താരനും ചൊറിച്ചിലൊക്കെ വരാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ രീതിയിൽ നാച്ചുറലായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് നമ്മുടെ മുടിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പെട്ടെന്നൊരു റിസൾട്ട് തരുമില്ല എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സോപ്പ് ബേസ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച്
വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്ത് കൊടുക്കാം. മണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കുറച്ച് റോസ് വാട്ടറും ഗ്ലിസറിനും മാത്രമാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. കുളിക്കുന്ന സമയത്ത് നമ്മൾ വേറെ സോപ്പുകളൊന്നും തലയ്ക്ക് യൂസ് ചെയ്യാതെ ഈ സോപ്പ് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ വെളുത്ത മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ ധൈര്യത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അകാല നരയുള്ള മക്കൾക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സോപ്പ് പുറത്ത് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സോപ്പ് ബേസ് ആണെങ്കിൽ നമുക്ക് നല്ല പതയും കിട്ടും, നന്നായിട്ട് ഈട് നിൽക്കുകയും ചെയ്യും, ഇതുപോലെ പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത്രയും സോപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വെളുത്ത മുടി കറുപ്പായില്ല നിങ്ങൾ ഒരിക്കലും പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, നല്ല പതയും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.